എല്ലാത്തിനും സാക്ഷിയായി പുന്നപ്പുഴയോരത്തെ ആൽമരം. ചുറ്റുമുള്ളതെല്ലാം ഒലിച്ചുപോയപ്പോഴും ആൽമരം മാത്രം ബാക്കിയായി. ആലിനടുത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, മനോഹരമായൊരു ശിവക്ഷേത്രം. പുന്നപ്പുഴ കുത്തിയൊഴുകി വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ കെട്ടിടങ്ങളെല്ലാം ഒഴുകിപ്പോയി. വിശ്വാസികൾ ഇപ്പോഴും അവിടെ വിളക്കുവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചൂരൽമലയിലെ ആ ആൽമരത്തിന്റെ പഴയതും പുതിയതുമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഞാനിപ്പോൾ മുണ്ടക്കൈ ആ പള്ളിയോട് ചേർന്ന് തന്നെയാണ്. തൊട്ട് താഴെ ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന പുഴയാണ്. പക്ഷേ ഈ പുഴയാണ് അന്ന് ഒരു സംഹാര താണ്ഡവം ആടിക്കൊണ്ട് ഇത്രയധികം മനുഷ്യജീവനുകളെ ഇല്ലാതാക്കിയത്. ഇപ്പോൾ പുഴ വഴി അതിന്റെ ഒരു ചാല് ക്രമീകരിക്കുന്ന ജോലി നടക്കുന്നു അല്ലേ കമലേട്ടൻ? അതായത് ഈ പുഴ പൂർവ്വസ്ഥിതിയിലാക്കാൻ സംസ്ഥാന സർക്കാർ ഈ ദുരന്ത ഫണ്ടിൽ നിന്ന് തന്നെയാണ് തോന്നുന്നു 195 കോടിയുടെ ഒരു പദ്ധതിയാണ് സാങ്ഷൻ ആക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവൃത്തിയാണ് ഇപ്പൊ നടക്കുന്നത്. അവരാണ് ആ പാലത്തിന്റെ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടല്ലോ, കുറെ പ്രവൃത്തികൾ നടന്നു. പക്ഷെ കുറെ ഈ മഴയ്ക്ക് ഒഴുകിയൊക്കെ പോയി. പക്ഷെ അവർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കാര്യം കൂടി, ഇതിന്റെ തൊട്ടപ്പുറത്ത് കുറച്ച് മണ്ണിടിഞ്ഞിരുന്നു. അപ്പൊ അതാണ് കഴിഞ്ഞ മഴയത്ത് പെട്ടെന്ന് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന നിലയിലൊക്കെ പലതിലും വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അത് സാധാരണ രീതിയിൽ സംഭവിക്കുന്നു. ഇളകി നിൽക്കുന്ന മണ്ണൊക്കെ എന്തായാലും ഒഴുകി പോവുമല്ലോ. അതെ അതെ. അതിപ്പോ മുകളിലാണെങ്കിലും ഈ ഉരുൾപൊട്ടൽ സൈറ്റിൽ തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല അവിടെ. പക്ഷേ പാറകൾ കുറച്ച് ഇളകി നിൽക്കുന്നത് പോലെ നമുക്ക് കാണുന്നുണ്ട്. അതായത് മുമ്പില്ലാത്ത, കഴിഞ്ഞ വർഷം ഇല്ലാത്ത രീതിയിലൊക്കെ ആ ഉരുൾപൊട്ടിയ മേഖലയിൽ തന്നെ പാറകൾ കുറച്ച് ഇളകി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമാണ്. അതെ, അത് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. പെട്ടെന്ന് വീണ്ടും അതൊരു ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് വാർത്തകളാകാതിരിക്കട്ടെ എന്നാണ്. അങ്ങനെ വരാനുള്ള ഒരു സാധ്യത വിദഗ്ധരൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നതല്ല, നമ്മളത് ആളുകളോട് ചോദിക്കും, ഇതിന്റെ വിദഗ്ധരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ ഒരു സ്ഥലത്ത് ഇനി അങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകില്ല. പക്ഷേ ചെറിയ ചെറിയ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണൊക്കെ വരും. ഈ നമ്മൾ നിൽക്കുന്നതിന്റെ താഴെയായിരുന്നു കേട്ടോ ദിവിഷ സീതമ്മക്കുണ്ട്. നേരത്തെ നമ്മളത് കാണിച്ചു. ഈ ഭാഗത്ത് ഇപ്പൊ കൃത്യമായിട്ട് ആ കുണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഉയരത്തിൽ നിന്ന് പുഴ താഴേക്ക് ചാടുകയായിരുന്നു ഇവിടെ. പക്ഷെ മുകളിൽ നിന്ന് പുഴ മൊത്തം നിരന്നു ഇടിച്ചിറങ്ങിപ്പോയി. എന്തായാലും പകുതിയോളം പച്ചപ്പൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതിന്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ സീതമ്മക്കുണ്ട് എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈയിലെ റോഡിൽ നിന്ന് ഒരുപാട് താഴെയായിരുന്നു, എത്രയോ താഴെ. അവിടെ നിന്നാണ് ഈ പാറക്കല്ല, പള്ളിയുടെ മുന്നിലുള്ള കല്ലൊക്കെ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം, ഞാൻ ആ തൊട്ടടുത്ത ദിവസമാണ് ഞാനും ഷമീറും രാവിലെ ഇവിടെ എത്തുന്നത്. ഈ കല്ല് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നുള്ള കല്ലാണ്, ഇത് ഈ കല്ലെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ച് ഞെട്ടിപ്പോയി ശരിക്കും. അപ്പൊ അതാണ് ഈ ഇത്രയും വലിയ പാറ ഇവിടെ വന്ന് നിന്നത് തന്നെയാണ് അന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. ഇന്നും ആ ദുരന്തത്തിന്റെ ഒരു അത്ഭുത ചിത്രമായി ആ പാറ അവിടെ നിൽക്കുകയാണ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഭാഗമൊക്കെ പുല്ലൊക്കെ നിറഞ്ഞുകൊണ്ട് പച്ചപ്പ് ആയതുകൊണ്ട് നമുക്ക് അന്നത്തെ ഒരു കാഴ്ചയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ മനുഷ്യജീവിതം അത് എത്രത്തോളം മാറി എന്നത് നമ്മളിപ്പോൾ പലരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് കേട്ടതാണ്. അവിടെ വീടുകൾ തേടി, ഇപ്പോൾ നേരത്തെ ഷഹീദ് പങ്കുവച്ച വാർത്ത പ്രഷർ ശ്രദ്ധിച്ചാണ്. കൽപ്പറ്റയിലെ ആ ടൗൺഷിപ്പ് അത് ഒരുങ്ങുകയാണ്. അതിൻ്റെ ഒരു മാതൃകാ വീട് അവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെയുള്ള വീടുകൾ എത്രയും വേഗം ഡിസംബർ 31 തന്നെ ഒരു 200-300 വീടുകൾ ഊരാളുങ്കൽ കമ്പനിയുടെ ആളുകളൊക്കെ പറഞ്ഞത് 30-നുള്ളിൽ ഒരു 200-300 വീടെങ്കിലും ഡിസംബർ 31 മുൻപേ തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവരെ സംബന്ധിച്ച് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഫണ്ട് CMDRF-ൽ നിന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് വേറെ തടസ്സമൊന്നുമില്ല. അപ്പോൾ ഇനി പണി പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഇനി ആവശ്യം. ഇനിയിപ്പോ ഇവിടെ അവശേഷിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച്, വീടുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടവരെ സംബന്ധിച്ച് എത്രയും വേഗം അവർക്ക് ഈ വാടക വീട്ടിൽ നിന്ന് മാറി അവരുടേതായ വീട് സ്വന്തം എന്ന് പറയാനുള്ള ഒരു വീട്ടിലേക്ക് കയറി താമസിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് ഈ ആളുകളോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അതായത് വാടകയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു റിഡക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അത് ഇന്നലെ കൂട്ടി പറയാണ് ആളുകൾ. ആദ്യം 5000-ന് താമസിച്ചു, 6000 ആക്കി 8000 ആക്കി. ഇപ്പൊ പലരും കയ്യിൽ നിന്ന്, ഇപ്പൊ 6000 സർക്കാർ കൊടുക്കുന്നത്, പലരും കയ്യിൽ നിന്ന് 3000-4000 ഒക്കെ കൂട്ടിയിടേണ്ട അവസ്ഥ ഉണ്ട്. അപ്പൊ കമലേട്ടൻ പറഞ്ഞ ഒരു കാര്യം കൃത്യമാണ്. ആദ്യമൊക്കെ ഒരു വൈകാരികമായ ഒരു ബന്ധവും അല്ലെങ്കിൽ ഇടപെടലും ഒക്കെ ആളുകളുടെ ഭാഗത്തുണ്ടായി. മനുഷ്യനാണ്, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോൾ നിങ്ങൾക്ക് 6000 സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഒരു 10,000 നിങ്ങൾക്ക് 4000 രൂപ ഇട്ടാൽ മതിയല്ലോ എന്നൊരു തോന്നലൊക്കെ പലരും
വാടക കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ആളുകളെ വലിയ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മളിത് എങ്ങനെ ആളുകൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. അത് മനുഷ്യനായതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. എന്ത് സാഹചര്യം ഉണ്ടായാലും അതിൽ ചൂഷണത്തിൻ്റെ സാധ്യതകൾ കൂടി മനുഷ്യൻ തേടും. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ എത്രയും വേഗം അവർക്ക് സ്വന്തമായിട്ട് ആ വീട് പൂർത്തീകരിച്ച് അവർക്ക് കയറി കിടക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് സർക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ഈ സമൂഹവും ഈ ദുരന്തബാധിതരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. ആ നല്ല നിമിഷങ്ങൾ കൂടി വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ദുരന്തഭൂമിയിൽ നിൽക്കുമ്പോൾ പോലും ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ നല്ല കാഴ്ചകൾ എത്രയും വേഗം പങ്കുവയ്ക്കാൻ ഇടയുണ്ടാകട്ടെ എന്നാണ് നമുക്കൊരു